ഡിസംബർ 14 ഡിസംബർ 14 നമ്മുടെ ഡേറ്റ്, നമ്മുടെ മൈൻഡ്സ്കേപ്പ്, നമ്മുടെ കൃത്യമായിട്ട് വന്നവിടെ 5 ക്യാമറ റൗണ്ടിലും വെച്ച് ഈ നീലക്കൂല് എടുത്ത പോലെയല്ല, ഇത് കൃത്യമായിട്ട് മൊബൈലായിട്ട് ഇങ്ങനെ പോകുന്ന പരിപാടിയല്ല. പിന്നെ മറ്റേ എന്ത് മീഡിയ, ICG വെറൈറ്റി മീഡിയ അതെടുത്ത പോലെ അല്ല, അതുമല്ല, അങ്ങനെയല്ല. നമ്മള് വെറൈറ്റി മീഡിയ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ളതൊന്നും കളിയാക്കത്തില്ല. ആ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇതോടുകൂടിയാ ഭയങ്കര ശരിയാട്ടോ, ഭയങ്കര ഓവറാക്കി ചളവാക്കി. ഒരാളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അപമാനിക്കുന്നതിന് തുല്യമായി പോയി. രാവിലെ വിളിച്ചിട്ട് SD കാർഡ് ഫോർമാറ്റ് ആയി പോയി. അപ്പം നമ്മൾ എന്താണെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ള അപ്പം ഡിസംബർ 14 മണവാളന് സാധിക്കുമെങ്കിൽ ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാം. ജയിച്ചാൽ എന്താണ് ഇത് നമ്മൾ പൊതുമാധ്യമത്തിലൂടെയാണ് സംസാരിക്കുന്നത്. ജയിച്ചാൽ ആൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് മണി, ആള് പറയുന്ന പ്രൈസ് അത് വേണോ ആള് വലിയൊരു എമൗണ്ട് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ വിഷയമല്ല, പക്ഷെ ഞാൻ പറയുന്ന ഫൈറ്റ് ചെയ്യണം. അതേ ഉള്ളൂ. ആൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് മണി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫൈറ്റ് ചെയ്യണം. ഇനി ഞാൻ കുറച്ച് ക്ലാരിറ്റി പറയാം. അതായത് പലരും വെല്ലുവിളിച്ചു 2 ലക്ഷം, 1 ലക്ഷം, 3 ലക്ഷം ഒക്കെ പറഞ്ഞു. ഇവിടത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെല്ലുവിളിയല്ല, പറയുന്ന കാശ് ജയിച്ചാൽ എടുത്തോ എന്ന് പറയുന്ന ഇത്രയും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി ഇതുവരെ മണവാളിന് മറ്റൊരാൾ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇനി ഗോതയിൽ കണ്ടറിയാലേ, തീർന്നു. ഇനി മേലാൽ നാഷണലിനെ കുറിച്ചോ ഇന്റർനാഷണലിനെ കുറിച്ചോ പോട്ടെ, ഡിസ്ട്രിക്റ്റിനെ കുറിച്ചോ ചിന്തിച്ചു പോരുത്. മനസ്സിലാവണ്ട, നീ മര്യാദക്ക് ട്രെയിൻ ചെയ്, നല്ലൊരു അത്ലറ്റ് ആവ്, എന്നിട്ട് സ്റ്റേറ്റ് അടിക്ക്, നല്ലൊരു ഒപ്പോണന്റിന്റെ ഒപ്പം. അതല്ലാതെ ഒരു നിരപരാധീനെ എവിടുന്നോ പോയി വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് റിംഗിലിട്ടിട്ട് ഓടിച്ചിട്ട് ഇടിച്ചുകൊണ്ട് വിൻ ചെയ്തെന്ന് പറയണാല് എനിക്ക് മനസ്സിലാവുള്ള ചീപ്പ് ഷോ. അതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മണവാളിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ല. ബട്ട് വായലനാക്ക് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. ബാക്കിയുള്ള അത്ലറ്റ്സിനൊക്കെ കളിയാക്കുന്ന പോലെ ആയിപ്പോയി. അവിടുത്തെ പെർഫോമൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള ഡയലോഗ് പ്രധാനമായിട്ട് ഓളമാകാം, ബട്ട് അത് ഓവറാകും. അതാണ് എൻ്റെ ഓളമായിരിക്കും, ബട്ട് അത് ഓവറായത്. ചോറ തിന്നുന്നത്. അതെ, എല്ലാവരും ചോറാണ്, അരിയാഹാരമാണ് കഴിക്കുന്നത് നമ്മൾ ചിന്തിക്കാം. മണവാളൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ടോ അല്ലെ മണവാളന്റെ കുടുംബമായിട്ടോ മണവാളന്റെ ഭാര്യയായിട്ടോ അല്ലെ മണവാളന്റെ സുഹൃത്തുക്കളായിട്ടോ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു അത്ലറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, MMA എന്ന് പറയുന്ന ഒരു ഫൈറ്റിനെ കളങ്കപ്പെടുത്തുന്ന പോലെ MMA ഫൈറ്റിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉടലെടുത്തത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഗോദയിൽ റിംഗിൽ മണവാളന് കൊടുക്കാം. ഡിസംബർ 14 എന്ന് പറഞ്ഞ ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ഇടിയുണ്ടായ ആ ക്ലബിൽ തന്നെ, സ്പാർട്ടൻസ് ക്ലബിൽ വെച്ച് തന്നെ ഇവർ അത് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്യും. ചെങ്കിസ്ഖാൻ പറയുന്ന നിങ്ങളുടെ സെയിം വെയിറ്റുള്ള ഓപ്പണന്റുമായിട്ട് ഇടിച്ച് ജയിച്ചാൽ ചോദിക്കുന്ന പണം കൊണ്ടുപോവാം. അതാണ് ഇതിനകത്ത് ഫൈനലായിട്ട് പറയാനുള്ളത്.